അടുത്തതായി പാവയ്ക്ക് ജീവൻ വന്ന കഥ. പിനോക്കിയോ എന്ന പാവക്കുട്ടിയുടെ കഥ ഞാനിപ്പോൾ പറയാം. പണ്ട് ഒരു പാവപ്പെട്ട വൃദ്ധനായ ജെപ്പറ്റോ എന്നു പേരുള്ള ഒരു ശില്പി തനിച്ച് ജീവിച്ചു പോന്നു. അയാൾ സൽസ്വഭാവിയായിരുന്നു. കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുന്നതായിരുന്നു അയാളുടെ ജോലി. എനിക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ ഒരു പുതിയ മൃദുവായ പൈൻമരത്തിന്റെ കമ്പുകൾ ഉപയോഗിച്ച് അയാൾ ഒരു പാവക്കുട്ടിയെ നിർമ്മിച്ചു. നീല ചിറകുകളുള്ള ഒരു ദേവതയ്ക്ക് അയാളിൽ മനസ്സലിവ് തോന്നി. അയാൾക്കൊരു സമ്മാനം കൊടുക്കാൻ ആഗ്രഹിച്ചു. അവർ മാന്ത്രിക കോലുപയോഗിച്ച് ആ പാവക്കുട്ടിക്ക് ജീവൻ നൽകി. ആഹാ, ഞാൻ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല പാവക്കുട്ടിയായത്. ഞാൻ ഇതിനെ പിനോക്കിയോ എന്ന് വിളിക്കും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പിനോക്കിയോയെ സ്കൂളിലേക്ക് അയക്കാൻ അയാൾ ആഗ്രഹിച്ചു. അതിനായി അയാളുടെ ഒരേ ഒരു കോട്ട് വിറ്റ് അയാൾ പിനോക്കിയോയ്ക്ക് പാഠപുസ്തകം വാങ്ങിച്ചു. നീ ഒരു നല്ല കുട്ടിയായി സ്കൂളിൽ പോണം. ശരി, പുറപ്പെട്. പോകുന്ന വഴിക്ക് പിനോക്കിയോ ഒരു സൂത്രശാലിയായ കുറുനരിയെ കണ്ടു. അയ്യേ വേണ്ട സുഹൃത്തെ, നല്ല കുട്ടികളാരും സ്കൂളിലേക്ക് പോവാറില്ല. അവർ ട്രാൻഡ് കടൽ കടന്ന് റൺവേ ദ്വീപിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുക. അവിടെ അവർക്ക് ദിവസം മുഴുവനും കളിച്ച് രസിച്ച് ഉല്ലസിക്കാം. നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാനൊരു ടിക്കറ്റ് തരാം. പക്ഷേ എന്റെ കയ്യിൽ അതിന് പൈസ ഇല്ലല്ലോ. നിന്റെ പാഠപുസ്തകം തന്നാലും മതി. പിനോക്കിയോ സന്തോഷത്തോടെ തന്റെ പാഠപുസ്തകം നൽകി. അവനൊരു നല്ല കുട്ടിയായി വിനോദയാത്രയ്ക്ക് പോവുകയായിരുന്നു. പെട്ടെന്ന് നീല ചിറകുകളുള്ള ദേവത അവിടെ പ്രത്യക്ഷയായി. പിനോക്കിയോ, നീ സ്കൂളിലേക്ക് പോകുന്നില്ലേ? ഞാൻ സ്കൂളിലേക്കാ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു വലിയ നുണ പറഞ്ഞതോടെ പിനോക്കിയോയുടെ മൂക്ക് വളരെ വലുതായി നീണ്ടു വളരാൻ തുടങ്ങി. അവൻ കരയാൻ ആരംഭിച്ചു. നീ ഒരു നുണ പറഞ്ഞിരിക്കുന്നു പിനോക്കിയോ. നീ എപ്പോൾ നുണ പറയുന്നോ അപ്പോഴൊക്കെ നിന്റെ മൂക്ക് വലുതായിക്കൊണ്ടിരിക്കും. എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇനി മുതൽ നല്ല കുട്ടിയായി സ്കൂളിലേക്ക് പോവാൻ ഉറപ്പ് തരുന്നു. ദേവത അവന് മാപ്പ് നൽകി. അവരുടെ മാന്ത്രിക കോൽ വീശി അവന്റെ പഴയ മൂക്ക് അവന് തിരിച്ചു നൽകി. പക്ഷെ പോകുന്നതിന് മുമ്പ് ഒരു മുന്നറിയിപ്പും നൽകി. ഒരു കാര്യം ഓർമ്മിക്കണം കുട്ടി, റൺവേ ദ്വീപ് കുട്ടികൾക്ക് കളിക്കാനുള്ള നല്ല സ്ഥലമല്ല. നീ അവിടെ പോയാൽ ഒരു കഴുതയായി മാറും. പക്ഷെ പിനോക്കിയോ അവരുടെ വാക്കുകൾ അനുസരിക്കാൻ തയ്യാറല്ലായിരുന്നു. അച്ഛനെ പറ്റിയോ ദേവത പറഞ്ഞതിനെ പറ്റിയോ ഓർമ്മിക്കാതെ അവൻ റൺവേ ദ്വീപിലേക്ക് യാത്രയായി. ആദ്യമൊക്കെ ആ സ്ഥലം ജീവിക്കാൻ പറ്റിയതായി തോന്നി. പലവിധ വിനോദങ്ങളും മധുര പലഹാരങ്ങളും. പിനോക്കിയോയെ നിയന്ത്രിക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസത്തെ ഉല്ലാസത്തിനു ശേഷം അവൻ ക്ഷീണിതനായി ഒരു തടാകത്തിനരികെ വിശ്രമിക്കാനായിരുന്നു. കുടിക്കാൻ വെള്ളമെടുക്കാനായി തന്റെ കൈകൾ വെള്ളത്തിലേക്ക് നീട്ടിയപ്പോൾ അവൻ തന്റെ പ്രതിബിംബം കണ്ടു. അയ്യോ, ഇത് ഞാനല്ല. എന്റെ ചെവികൾക്ക് മൂക്കിന് എന്താ സംഭവിച്ചത്? എനിക്ക് എങ്ങനെ ഈ വാൽ വന്നത്? അവന് ഒരു കഴുതയെപ്പോലെ ചെവികളും മൂക്കും വാലും വളർന്നിരുന്നു. സഹായിക്കണേ, ആരെങ്കിലും സഹായിക്കണേ. ഒരിക്കൽ കൂടി നീലച്ചിറകുകളുള്ള മാലാഖ പ്രത്യക്ഷയായി. വിഡ്ഢിയായ പാവക്കുട്ടി, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ റൺവേ ദ്വീപ് ഒരു സുരക്ഷിതമായ സ്ഥലമല്ലെന്ന്. ഇപ്പോൾ നീ ചെന്ന് നിന്നെ കാണാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്റെ അച്ഛനെ കണ്ടുപിടിക്കേ. അവർ തന്റെ മാന്ത്രിക കോലുപയോഗിച്ച് പിനോക്കിയോയുടെ കഴുത ചെവികളും നീണ്ട മൂക്കും വാലുമെല്ലാം അപ്രത്യക്ഷമാക്കി. അവർ അവനെ കടൽ തീരത്തേക്ക് പറഞ്ഞയച്ചു. അവിടെ തന്റെ അച്ഛൻ ജെപ്പറ്റോ മുങ്ങി താഴുന്നത് അവൻ കണ്ടു. അച്ഛനെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് അവൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടി അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചു. പിനോക്കിയോ, ഇപ്പൊ നിനക്ക് മനസ്സിലായോ? ഒരു നല്ല മനുഷ്യനെന്ന് വെച്ചാൽ മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറുന്നവരും അവരുടെ ദുഃഖങ്ങളിൽ പങ്കെടുക്കുന്നവരുമാണെന്ന്. നിനക്ക് അച്ഛനോടുള്ള യഥാർത്ഥ സ്നേഹത്തിനുള്ള പ്രതിഫലം കിട്ടിയിരിക്കുന്നു. അതെ, പിനോക്കിയോ അന്നു മുതൽ പൈൻ മരം കൊണ്ടുണ്ടാക്കിയ പാവക്കുട്ടിയല്ല. അവന് മാംസവും രക്തവും എല്ലുകളുമുണ്ട്. ഒടുവിൽ എന്റെ ആഗ്രഹം സഫലമായി. അങ്ങനെ പിനോക്കിയോ തന്റെ അച്ഛനോടൊപ്പം വളരെ കാലം സന്തോഷപൂർവ്വം ജീവിച്ചു. പിനോക്കിയോ എങ്ങോട്ട് പോകാനാണ് ആഗ്രഹിച്ചത്? ബ്ലാക്ക് റോസ് ഐലൻഡ്, റൺഅവേ ഐലൻഡ്, സ്നോയാർഡ് ഐലൻഡ്, സ്മാർട്ട് ഐലൻഡ്. റൺഅവേ ഐലൻഡ്. കൊള്ളാം.